വെച്ച മര്യാദയ്ക്ക് കുടിച്ചിട്ട് പോകണ എന്താണ് ഇവിടെ അച്ഛാ അച്ഛാ കൊച്ചമ്മ എന്നെ അടിക്കാൻ വരുന്നു. മോൾ അച്ഛന്റെ കൂടെ വാ, അമ്മ ഒന്നും ചെയ്യില്ല. അതെ അതെ, അടുത്ത് പിടിച്ചെടുത്ത് ലാളിച്ചോ. പ്രായമായ പെണ്ണ്, കൊച്ചു കുഞ്ഞാണെന്ന് അവളുടെ വിചാരം. അവൾ ഇന്നും എനിക്ക് കുഞ്ഞല്ലേ എന്റെ മാധവി. അമ്മയില്ലാത്ത കൊച്ചല്ലേ, അവൾ എന്തെങ്കിലും അറിവില്ലാതെ തെറ്റ് ചെയ്താ നീ അങ്ങ് ക്ഷമിച്ചുകളാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അച്ഛന്റെ മോളുടെ ഇഷ്ടം. ഇവര് തമ്മിൽ കണ്ടാ പിന്നെ കീരിയും പാമ്പും പോലെയാ. നീ കീരിയോ പാമ്പോ? കണ്ടില്ലേ പെണ്ണിന്റെ നകളിപ്പ്? എനിക്ക് എനിക്ക് ഒന്ന് അടങ്ങി നിൽക്കണേ. നിനക്ക് എനിക്കൊന്നും വേണ്ട, എനിക്ക് അത് മതി. ഞാൻ പറഞ്ഞില്ല ഇത് എനിക്ക് വേണം. എനിക്ക് അത് തന്നെ വേണം. വേഗം കുളിക്കുക ചെയ്യാം, ഊണ് കഴിക്കാം. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ കാശെല്ലാം ചെലവാക്കുന്നത്? അച്ഛനും അമ്മയും ഇല്ലാത്ത ഞങ്ങൾക്ക് എല്ലാം നിങ്ങളാണ്. നിങ്ങളുടെ സംതൃപ്തിയാണ് എനിക്ക് വലുത്. ശരി, നിന്റെ ഇഷ്ടം പോലെ. ചേട്ടാ, സോമന് പെട്ടെന്ന് തളർന്നു വീണു. വല്ലാതെ തീർക്കുന്നുണ്ടല്ലോ. അവൾക്ക് ഇത് സാധാരണ വരാറുള്ളതല്ലേ, കുറെ സമയം കഴിയുമ്പോ മാറിക്കോളും. ഓമനെ 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 ഒരു ചായ ഉണ്ടോ? രണ്ട് ചായ. എവിടെ വെക്കടാ? ആദ്യം ചോദിച്ചു ഞാൻ എവിടെ വെക്കണം? ഇവിടെ വെക്കാനല്ലേ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും എടുത്തു. ഇതുവരെ തന്നത് പലിശ, ഇത് മുതല്. മുതലാളി, എനിക്കിന്ന് ഇത്തിരി നേരത്തെ പോണം. എന്താ വരുമുള്ള വിശേഷം? മോക്ക് നല്ല സുഖമില്ല.
ഓമനിക്ക് എന്ത് പറ്റി? ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ചു. പരമോള് പോയിക്കോളൂ. ബാക്കിയല്ല ഞാൻ നോക്കിക്കോളാം. മോനെ, ഓമനയ്ക്ക് പനി വളരെ കൂടുതലാണ്. ഓമനെ, ചേട്ടൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുപോകാനിരുന്നതാ. ഈ രാത്രി ഇനി എന്ത് ചെയ്യും മോനെ? അമ്മ വിഷമിക്കണ്ട. നാളെ രാവിലെ മുതലാളിയുടെ കുറച്ച് പണം ഞാൻ കടം വാങ്ങിക്കാം. ഓമനെ നാളെ തന്നെ നമുക്ക് ടൗണിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം.